എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് താറാമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ചിട്ട് എടുക്കുക. ഇനി മുട്ടയുടെ അളവും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് മുട്ട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കി മാറ്റി വെക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങാപ്പീര എടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ 3 ചെറിയ കഷ്ണം ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കേ ചെയ്യാവുള്ളൂ, അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാത്രം എടുക്കുക. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാളയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നീളത്തിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഇനി വഴണ്ട് വരാനോ ബ്രൗൺ കളർ ആകാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് സവാളയൊക്കെ വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. നമുക്ക് തോരനായിട്ട് കിട്ടണമെങ്കിൽ അധികം കുക്കാവണ്ട. അപ്പോൾ അത് നമ്മുടെ തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ 1 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ തേങ്ങാപ്പീരയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായി ഏകദേശം ഇവിടെ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കൈ വിടാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ മുട്ട ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇത് നന്നായിട്ട് അടികൂട്ടി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പീരയും സവാളയും എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതുപോലെ എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യാം. വീണ്ടും കൈയെടുക്കാതെ തന്നെ ഇത് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ ആ സവാളയും തേങ്ങാപ്പീരയും മുട്ടയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് എരിവ് കൂടെ ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ലഞ്ച് ബോക്സിൽ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കാം. വളരെ പെട്ടെന്നാണ്.
പെട്ടെന്നൊക്കെ ഒരു തോരൻ തയ്യാറാക്കണമെങ്കിലും നമുക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക. നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.